പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും കൂടി ദിലീപേട്ടൻ്റെ ഷോപ്പിന് മുമ്പിൽ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് ഞാവൽപ്പഴം കാണിച്ച് ഞാവൽപ്പഴം വേണമെന്ന് ദിലീപേട്ടൻ പറഞ്ഞത്. പിള്ളേരെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അതങ്ങ് നിറവേറ്റി കൊടുക്കണം എന്ന് പറഞ്ഞ് ശ്രീകുട്ടനൊരു വടിയായിട്ട് അങ്ങ് ഇറങ്ങി. പിന്നെ ഏറോടേറി, തലങ്ങും വിലങ്ങും ഏറി. ബസ് സ്റ്റാൻഡ് ആയതുകൊണ്ട് കാഴ്ചക്കാർ കൂടി, കുട്ടികൾ കുറേ പേര് കൂടി ശ്രീകുട്ടൻ്റെ ഓരോ ഏറിനും കുറേ ഞാവൽപ്പഴങ്ങൾ റോട്ടിലേക്ക് വീടും. ഇവയെല്ലാം പെറുക്കിയെടുക്കാനും ആളുകൾ ഒരുപാട് ഓടിയെത്തി. ശ്രീകുട്ടൻ ഒരു മാന്യനായതുകൊണ്ട് വന്ന എല്ലാവർക്കും ഞാവൽപ്പഴങ്ങൾ കൊടുത്തു വിട്ടു. അത്ര ടേസ്റ്റി ഒന്നും അല്ലെങ്കിലും ഇത് കഴിച്ചാൽ നല്ല കിക്കാണെന്നാണ് ദിലീപേട്ടൻ പറയുന്നത്. അങ്ങനെ കുറച്ച് ഞാവൽപ്പഴം കഴിച്ചങ്ങ് നിൽക്കുമ്പോഴാണ് കുട്ടൻ്റെ വരവ്, ആര്യച്ചേച്ചിയുടെ വരവ്. പിന്നെ രംഗം ഒന്ന് കൊഴുത്തു. പിന്നീട് അങ്ങോട്ട് ഞാവൽ പെറുക്കൽ മത്സരമായിരുന്നു. അതിനിടയ്ക്ക് സ്നേഹനിധിയായ ഒരു ഭർത്താവ് തൻ്റെ പ്രിയ പത്നിക്ക് വേണ്ടി ഒരു കവറിൽ പറിച്ചു കൊണ്ട് പോകുന്നത് ഞങ്ങൾ. ഞാവൽപ്പഴം കൊതിയോടെ കഴിച്ച ശ്രീകുട്ടൻ്റെയും ദിലീപേട്ടൻ്റെയും നാവിൽ നിറയെ ഞാവൽപ്പഴത്തിൻ്റെ നിറമായിരുന്നു. അമ്മ വാങ്ങിക്കൊടുത്ത ശ്രീകുട്ടൻ്റെ ഉടുപ്പിലാണെങ്കിൽ ആര്യച്ചേച്ചീൻ്റെ നുറുങ്ങ് കുസൃതികളും. ഇതിലെ മുഴുവൻ ഞാവൽപ്പഴവും തീർത്ത സന്തോഷത്തിൽ ആര്യച്ചേച്ചിയും കുടുംബവും തിരിച്ച് വീട്ടിലേക്ക്. ആരും പോകരുത്, ഈ സ്റ്റോറിക്കൊരു ടൈലൻ്റ് കൂടി ഉണ്ട്.